സാരമില്ല, എൻ്റെ വേറെ ഐഡിയ ഉണ്ട്. എടാ അവളുടെ ബർത്ത്ഡേ അല്ലേ അടുത്ത ആഴ്ച. നീ ഓൺലൈനിൽ അവർക്കൊരു പന്നീർ പുഷ്പം ഓർഡർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടോ? അടി കിട്ടി കിട്ടി ചവച്ചരച്ച് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണേ ഞാൻ. വല്ല നടക്കൂടെ? എടാ അല്ല വേണ്ട, നീ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന വല്ല അബദ്ധം നീ കൊണ്ടേ കാണിക്കും. ഞാൻ ഓർഡർ ചെയ്തോളാം. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന പനിനീർ പുഷ്പം നിനക്കൊന്ന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? ആ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കരുത്, അതൊന്ന് കൊണ്ടേ കൊടുത്താൽ മതി. പറ്റുമോ? അത്രയും ചെയ്യാൻ പറ്റുമോ? കൊണ്ടു കൊടുക്കാം. നടക്കൂടെ? എടാ അപ്പം നടക്കും. കൊടുക്കുമോ? കൊടുക്കാം. നടന്നിരിക്കും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നീ എന്തോട്ട് ഓളെ കളിയാക്കുന്നോ? എന്തിനാ എന്നെ എപ്പോഴും ഞാൻ അടിക്കുന്നേ? ഞാനൊന്നും പറയില്ലെന്ന് ഉറപ്പുള്ളതല്ലേ എങ്ങനെയായിട്ട് അടിക്കുന്നേ? ഇനി മതി, ഇനി ഒന്നിനും മരുന്നില്ല. അടി കൊള്ളാനും മരുന്നില്ല, ഒന്നിനും മരുന്നില്ല. സോറി, എല്ലാത്തിനും സോറി. പാവടി അവൻ നന്നായി വിഷമമായി തോന്നുന്നു. എടി ഒന്നുമില്ല, ഇതവൻ്റെ അവസാനത്തെ അടവാ. ഓരോ ഇമോഷണൽ അപ്രോച്ച് ആയിട്ട് വന്നോളൂ. നമ്മളിവൻ വീണ്ടും വരും, നോക്കിക്കോ നീ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നണ്ട. ഓ ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ മോളെ നിനക്ക് മുഖത്തൊരുമ്പിളിയാനത്? അവനെന്നെ ഇപ്പൊ തീരെ മൈൻഡ് ചെയ്യുന്നില്ലടി. കൊണക്കായിപ്പോയി. നിനക്ക് അവനെ പരമ പുച്ഛല്ലായിരുന്നോ? അവൻ പുറകെ നടക്കണമെന്ന് കംപ്ലൈൻറ്റ്, അവൻ അങ്ങനെ ചെയ്യണു, അവൻ ഇങ്ങനെ ചെയ്യണമെന്ന് മൊത്തം കംപ്ലൈൻ്റ് അല്ലായിരുന്നോ? ഇപ്പം അവൻ വരുന്നില്ലല്ലോ. അപ്പോൾ നീ സന്തോഷം സമാധാനമായിട്ട് നടക്കല്ലേ വേണ്ടത്? കളിയാക്കല്ലേ? ഇത് കുറച്ച് സീരിയസാ. അവനെൻ്റെ പുറകെ നടക്കുന്ന ഒക്കെ എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. അവൻ സംസാരിക്കാൻ വരുമ്പം ഒരു കാര്യമില്ലാതെ ഞാൻ കുറേ അവനെ അടിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ടൊന്നുമില്ല. അവനെങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പക്ഷേ അവനെൻ്റെ പുറകെ നടക്കുന്നത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 2 ദിവസം അവനെ കാണാഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നാണെങ്കിലും ഓഫീസിൽ വന്നിട്ട് അവനെന്നെ നോക്കിയത് പോലുമില്ല. അവനിങ്ങനെ നോക്കാതിരിക്കുമ്പോൾ, ഒന്ന് സംസാരിക്കാതൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒരു വീർപ്പുമുട്ടില്ല. എന്താ മോളെ വർഷേ, നീ അവൻ്റെ ചാക്കിൽ വീണോ? ഇത് മറ്റേ ആ പ്രേമരോഗാണ്. ഇതതാണ് എന്തോ പ്രേമോ? അതോ അവനോടോ? എനിക്കൊന്നും വേണ്ട. എന്നാ മോളൊരു കാര്യം ചെയ്യും, ചെന്നൊരു സോറി പറ. നിന്റെ വിഷമം അതോടെ മാറുമെങ്കിലും. ഇനി അതല്ല വേറെന്തെങ്കിലും ആണെങ്കിൽ സോറി പറയല്ലേ? ഞാൻ പറഞ്ഞൊന്ന് കേക്ക്.
ഇത് സൂപ്പർ ആയിട്ടല്ലോ. അല്ലടാ അത് ഇവിടെ പറഞ്ഞ നിന്നോടല്ല. ഇന്ന് കാണാനല്ലോ പിങ്ങിണ്ടല്ലോ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇതെന്തൊരു പ്രത്യേകത? എടാ അരുണിനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നോ? എന്തൊക്കെ പറഞ്ഞാലും എനിക്കിന്ന് ഔട്ട് കിട്ടിയാൽ മതി കൂട്ടത്തിൽ. എടാ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എടാ തമ്പിച്ചേട്ടൻ്റെ കൂടെ പറഞ്ഞിട്ടില്ലേ? ആ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ആ കാര്യങ്ങൾ അങ്ങനെ നടക്കും. എടാ അത് വൈകിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കി തരാം. സോറി.